ഏതെങ്കിലും വാച്ച് കടയിൽ പോയി വാച്ച് കുത്തി പൊട്ടിച്ച് അതിലെ സൂചി അടിച്ച് മാറ്റാൻ പറ്റുമോ? ഒന്ന് നോക്കില്ല കേട്ടപ്പാടെ ഞാൻ അജ്മൽ നേരെ ബൈക്ക് എടുത്താണ്ട് പോയിട്ട് അതിന്റെ ഇടയിൽ കൂടെ അജ്മലിന്റെ ഒലക്കമിൽ ഒരു ചോദ്യം ഡിജിറ്റൽ വാച്ച് ആണെങ്കിലോ നമുക്ക് മുന്തേ കടയിൽ പോകും. അവിടെ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തായാലും നോക്കില്ല ഞങ്ങൾ ഇങ്ങനെ പോയപ്പോ കോട്ടക്ക് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് വാച്ച് പാലസ് എന്ന കുറച്ച് മുന്തേ കടനെ കൂടെ അവൻ നല്ല സാധനം അടിച്ചു. ഞങ്ങൾ രണ്ട് അതൊക്കെ കൂടി നേരെ അതിന്റെ ഉള്ളിൽ കയറി ഓനോട് പറഞ്ഞു മുന്തേനെ വാച്ച് ഇങ്ങോട്ട് കാണിച്ചു തരികയായിരുന്നു. മുന്തേനെ വാച്ചാണോ കൂടിയിനം സൂചി ഉണ്ടെങ്കിൽ അത്രയും നല്ലേ. ഓനോട് ഇച്ചൊരു 40,000-50,000 മതി. എന്റെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് വെറും 2,30,000 രൂപ 49 പൈസ. ഓലിക്ക് അവിടുന്ന് കുറച്ച് വെറൈറ്റി വാച്ച് കാണിച്ചു. അച്ഛമ്മ ഇത് കുത്തിപ്പൊടിച്ച കുറച്ച് റിസ്ക് ആവില്ലേ വരെ നമുക്ക് വേറെന്നോ. ഞാൻ മൂപ്പരായിട്ട് കുറച്ചുകൂടി വില കൂടി ഇത് കാണിച്ചു. ദുബായ്ക്കാരെ കയ്യിൽ നിന്ന് 1,500 കോടിയൊക്കെ കിട്ടാനുള്ളത്. ദുബായ്ക്കാരുടെ കയ്യിൽ നിന്നും ആകെ കിട്ടുന്ന കമ്മീഷൻ 1,400 കോടി റുപ്യ. അതിൽ 100 കോടി അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. അവിടെ ഓരോ വിലന്റെ വെറൈറ്റി വാച്ച് നോക്കിയിട്ട് അതിൽ അജ്മൽ ഒരു വാച്ച് അത് ഇത് എടുത്താൽ ചില്ല് പൊട്ടിച്ച് എളുപ്പമായിരുന്നു. ഒരു വാച്ച് കാണിച്ചാൽ നോക്ക്. അജ്മൽ എന്തായാലും ആ വാച്ചും ഒരു നോട്ടിട്ട് ചെന്ന അജ്മൽ ഞാൻ മറ്റാളുടെ മോട്ടറൊക്കെ ആ വാച്ച് അടിച്ചാലുള്ള പരിപാടി ഒക്കെ പറഞ്ഞു. അതിൽ അജ്മൽ അയാളെ മോട്ടർ ഇന്റെ അടുത്തുള്ള ഈ വാച്ച് തന്നെ നിങ്ങൾ ഇവിടെ നിൽക്ക് നല്ല വാച്ച് തരുമെന്ന് എക്സ്ചേഞ്ചിൽ. അതിൽ മൂപ്പര 26 വർഷങ്ങളായി ഞങ്ങൾ ഈ ഫീൽഡിൽ എന്റെ ഈ ലോക്കൽ വാച്ചിട്ട് പോയിക്കുക. ഞാൻ 26 വർഷം അപ്പോഴാണ് ഞാൻ വാച്ച് പാലസിനെ കുറിച്ച് കാര്യമായിട്ട് അറിയണടാ. 26 വർഷത്തോളം വാച്ചിന്റെ ഫീൽഡിൽ പാരമ്പര്യമുള്ള ടീമാണ് വാച്ച് പാലസ്. അതിൽ 1-2 ഐറ്റംസ് ഉണ്ട്. 20 പലം ബ്രാൻഡഡ് വാച്ചുകൾ ഉണ്ട്. വില ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഗിഫ്റ്റ് കൊടുക്കാൻ ഇതിൽ നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷൻ വേറെ ഉണ്ടല്ലോ. അത്രയും കളക്ഷൻ ഉണ്ട് ഈ ഷോപ്പിന്റെ ഉള്ളിൽ. പ്രീമിയം ബ്രാൻഡിലൊക്കെ നോക്കണെങ്കിൽ സീക്കോ, സിറ്റീസൺ, ടൈറ്റാനിയം, ടൈമെക്സ് അങ്ങനെ കിഡിൽ ഐറ്റംസ്. ഇനി ഫാഷൻ ബ്രാൻഡ് നോക്കണമെങ്കിൽ ഫോസില്, പോലീസ്, കെന്നത്ത് കോള്, കാൽവിൻ കെയ്ൻ അങ്ങനെ കിടിലമാണ് ഐറ്റംസ്. ഇനി ഇപ്രാവശ്യം പോലെ പുതിയ 2 കിടില ഐറ്റംസ് ലോഞ്ച് ചെയ്ത് ടൊർണാഡോനും ഡുക്കാട്ടിന്റെ മോനെ കിണ്ണ വാച്ചുകൾ അവർ ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്നത്. ഇവിടെ വാച്ചിന്റെ സെല്ലിംഗ് മാത്രമല്ല മികച്ച സർവീസും പോലെ കൊടുക്കേണ്ട പക്ക പ്രൊഫഷണൽ ആയിട്ട് തന്നെ. ഞാൻ ഏതായാലും കുറച്ച് മുന്തിയ കാറിന്റെ പേരൊക്കെ പറ അതിന്റെ വാച്ചിന്റെ വെച്ച് മൂപ്പരാണ്ട് മോട്ടറാക്കി. റോൾസ് റോയ്സിന്റെ വാച്ച് ഒന്നുമില്ല, ബുഗാട്ടി, ഫെറാറി, പോർഷെ ഇതൊക്കെ പാടെ കേട്ട മൂപ്പരി ആയിരിക്കണം. എന്തൊരിത് ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. ഞാൻ മൂപ്പരാണ് ഏതെങ്കിലും നോക്കണം. നിങ്ങൾ അവിടുത്തെ റോയലിൽ ഒരു വാച്ച് എടുത്താണ് അതിന്റെ ഇടയിൽ കൂടെ അജ്മലോ എന്നെ പണിയിട്ടാണ്. ഏതായാലും നമുക്ക് ആവശ്യമുള്ള വാച്ച് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളെ കാര്യം ഈ ബുക്കാട്ടിന്റെ വാച്ച് ഓർഡർ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരെ നിങ്ങൾ എത്തുമ്പോൾ വിളിച്ചാൽ ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് വലിയ ഏതായാലും വാച്ച് കൈമ കിട്ടിയാ നല്ല ഓടുന്ന ഒരു വാച്ച് തന്നെ. ഏതായാലും നമുക്ക് ആ സൈഡ് പോയിട്ട് കുത്തി പൊടിച്ച് നമുക്ക് ചലഞ്ചാണ് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് ഈ കുത്തിക്കാണ്ട് പൊട്ടുന്നില്ലല്ലോ. കോട്ടകത്തെ വാച്ച് പാലസ് എന്ന് വാങ്ങി നല്ല ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾ 5-6 കുത്തും കൂടി കുട്ടി സൂചിയാണ് കൈമ കിട്ടിയതായാലും സാധനം കിട്ടിയില്ലേ. ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? അപ്പൊ അടുത്ത ഇൻട്രസ്റ്റിംഗ് അപ്പൊ ഓക്കെ എന്നാ ബൈ.